വൃന്ദാവനത്തിലെ ജനങ്ങൾ എല്ലാ വർഷവും മഴയുടെ ദേവനായ ഇന്ദ്രനെ പ്രീതിപ്പെടുത്താനായി വലിയ പൂജകളും യാഗങ്ങളും നടത്തിയിരുന്നു. ഒരിക്കൽ ഈ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ കണ്ട ബാലനായ കൃഷ്ണൻ തന്റെ പിതാവായ നന്ദഗോപരോടും മറ്റ് ഗോപന്മാരോടും ചോദിച്ചു, നമുക്ക് മഴയും ഭക്ഷണവും നൽകുന്നത് ഇന്ദ്രനല്ല, മറിച്ച് നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയും ഗോവർദ്ധന പർവ്വതവുമല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ എന്തിനാണ് ഇന്ദ്രനെ പൂജിക്കുന്നത്? തങ്ങളെ പോറ്റുന്ന പശുക്കൾക്ക് പുല്ലും തണലും നൽകുന്ന ഗോവർദ്ധന പർവ്വതത്തെ പൂജിക്കുന്നതാണ് ഉചിതമെന്ന് കൃഷ്ണൻ അവനെ ബോധ്യപ്പെടുത്തി. കൃഷ്ണന്റെ വാക്കുകൾ കേട്ട് ഗ്രാമവാസികൾ ഇന്ദ്രപൂജ നിർത്തിവെക്കുകയും ഗോവർദ്ധന പർവ്വതത്തിന് വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്തു. തനിക്ക് ലഭിക്കേണ്ട പൂജ മുടങ്ങിയതിൽ കോപിഷ്ഠനായ ഇന്ദ്രൻ വൃന്ദാവനത്തെ നശിപ്പിക്കാനായി അതിശക്തമായ മഴയും കാറ്റും ഇടിമിന്നലും അയച്ചു. പ്രളയസമാനമായ മഴയിൽ പശുക്കളും മനുഷ്യരും പരിഭ്രാന്തരായി. അവർ രക്ഷയ്ക്കായി കൃഷ്ണനെ അഭയം പ്രാപിച്ചു. തന്റെ ഭക്തരെ സംരക്ഷിക്കാനായി ഭഗവാൻ കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ തന്റെ കൈയിലെ ചെറുവിരലിൽ ഒരു കുട പോലെ ഉയർത്തിപ്പിടിച്ചു. വൃന്ദാവനത്തിലെ എല്ലാ ജീവജാലങ്ങളും ആ പർവ്വതത്തിനടിയിൽ അഭയം തേടി. തുടർച്ചയായ 7 പകലും 7 രാവും കൃഷ്ണൻ ആ പർവ്വതം ഉയർത്തിപ്പിടിച്ചു നിന്നു. കൃഷ്ണന്റെ ഈ അത്ഭുത പ്രവൃത്തി കണ്ട ഇന്ദ്രന്റെ അഹങ്കാരം ശമിക്കുകയും തന്റെ തെറ്റുതിരുത്തി കൃഷ്ണനോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.